സടകുടഞ്ഞ് എണീറ്റ കുഞ്ഞിന് എന്റെ സ്പെഷ്യലും കൂടെ ഞാൻ തരാം. എങ്ങനെയാ, ഭക്ഷണം കഴിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്, അതോ സംസാരിച്ചോണ്ട് ഭക്ഷണം കഴിക്കണോ, അതോ പറഞ്ഞിട്ട് കഴിക്കണോ? എങ്ങനെയാലും കുഴപ്പമില്ല. അല്ല, കൊച്ചിന്റെ എനർജി കളയണ്ടല്ലോ അല്ലെ. മക്കൾ ആദ്യം ഒരു പ്ലാൻ ഒക്കെ പറഞ്ഞ ഞാനും ഒന്ന് നന്നാവാൻ പറ്റുമോ നോക്കട്ടെ. എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ 18 വയസ്സാകുമ്പോ തന്നെ ലൈസൻസ് എടുക്കണം, എന്തായാലും എടുക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, ഡ്രൈവ് ചെയ്യണം. ലൈക്ക് ഇപ്പൊ അമ്മേനെ ഞാൻ നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറയുമ്പോ ഒരു 5 മിനിറ്റ് കടന്നിട്ട് വരാം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പോണം എന്ന് പറഞ്ഞാൽ ലൈക്ക് ആ ഒരു മൂഡ് ശരിയാവണമല്ലോ. അപ്പൊ ഞാൻ 18 വയസ്സായി ലൈസൻസ് എടുത്തിട്ട് എനിക്ക് അപ്പൊ പോണെന്ന് തോന്നി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ട് വരും. കൊച്ചി തന്നെ ലൈക്ക് അങ്ങനെ പോല ലൈക്ക് കൊച്ചി തന്നെ ലൈക്ക് ഇപ്പൊ എനിക്ക് ചിലപ്പോ ഇങ്ങനെ കലൂർ സ്റ്റേഡിയം നടക്കാൻ തോന്നും, അപ്പൊ ഞാൻ അതിനെ വണ്ടി എടുത്ത് പോകും, അങ്ങനെ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കറന്റ്ലി എനിക്ക് ആവേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ലൈക്ക് ഒരു കൗൺസിലിംഗ് പോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് വലുതാവുമ്പോ. ലൈക്ക് അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാവാൻ ലൈക്ക് അങ്ങനെ ഒരു സംഭവം ആവണം എന്ന് ആഗ്രഹമുണ്ട്. അവരെ ഹെൽപ്ഫുൾ ആക്കുന്ന ചെയ്യാൻ പറ്റുമോ അങ്ങനെ. അതെ അതെ, അങ്ങനെ ഇത് രണ്ടുമാണ് മെയിൻ പ്ലാൻസ് ആയിട്ട് ഇപ്പൊ ഉള്ളത് കറന്റ്ലി. നീ മാറുമെന്ന് തോന്നുന്നില്ല. കറന്റ്ലി ഉള്ള പ്ലാന് ഭയങ്കര എന്റെ ദൈവമേ, ഈ പ്രായത്തിലൊക്കെ നമ്മൾ ഇത്രയും പോലും ആലോചിച്ചോ? പോലെ ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, പഠിക്കണ്ട, കോളേജിൽ പോകണ്ട, ഇതാണ് ഇവളുടെ മനസ്സിലുള്ള. പിന്നെ ഫിനാൻഷ്യലി ചോദിക്കുകയാണെങ്കിൽ ഒരു 40% കിട്ടുകയാണെങ്കിൽ 20% സേവ് ചെയ്തിട്ട് ബാക്കി 20% ചെലവാക്കും. അങ്ങനെ സേവ് ചെയ്ത് പോകും. ട്യൂഷൻ എടുക്കോ? ഞാൻ വരാം ആദ്യം. ഫസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ് വരട്ടെ. ഇപ്പൊ പ്രേക്ഷകർ തന്നെ എന്നോട് പറയുന്നുണ്ടോ കേട്ട് പഠിക്കണം. അല്ല, ശരിക്കും പറഞ്ഞ ആക്ച്വലി ടു ബി ഫ്രാങ്ക് അല്ലെ, നമ്മുടെ ജനറേഷൻ സമയത്തും ഇപ്പത്തെ ജനറേഷന് ഡിഫറൻസ് ഇതാണ് അല്ലെ. വെരി വെൽ പ്ലാൻ. ഞാൻ ഓരോ സെറ്റിലൊക്കെ നിൽക്കുമ്പോ എന്നെ വിളിക്കും, അടുത്തുള്ള ഒരു കുട്ടിയും വരും വീട്ടിൽ നിന്ന്, ഇവളെ കൂടെ കളിക്കാൻ വേണ്ടിട്ട്. ഇവളുടെ ഒരു ഏജ് ഉണ്ട് ആ കുട്ടിക്ക്. അപ്പൊ എന്നെ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞാൻ പറയാം എന്താവണി, അല്ലമ്മ ഇപ്പം ചൂട് സമയമാണ്, ചൂട് കാലഘട്ടമാണ്. അപ്പം ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നാരങ്ങ ഉണ്ടാക്കി വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർക്ക് നാരങ്ങ വെള്ളം കൊടുക്കാം. അപ്പം അതിൽ നിന്ന് ഒരു 10 രൂപ വെച്ചിട്ട് അതൊരു ഇൻകം അല്ലേ എന്ന് പറയും. ഞാൻ പറയുന്നത് ഈ ചൂട് കാലഘട്ടം ആയതുകൊണ്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നാരങ്ങ വെള്ളം കൊടുക്കാം, ശരിയല്ല. ശരിയല്ലേ പ്ലാൻ എ ഡ്രോപ്പ് പ്ലാൻ ബി. അമ്മേ നമ്മുടെ ഫ്ലാറ്റില് ഒരു പാവക്കുട്ടി ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ട്, എന്താണ് പറയണേ, ക്രോഷേ ചെയ്യും. അതല്ല, സത്യം പറഞ്ഞ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൻഡ്രേസ് ആന്റി പറഞ്ഞിട്ട്, ഒരു BNI ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്. അപ്പൊ ആന്റി ഭയങ്കര ബിസിനസ് ഐഡിയ ഉള്ളതാണ്. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു ബിസിനസ് ചെയ്യണല്ലേ, വരൂ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളൊരു ഡിസിഷനിലെത്തി. ഞാനിങ്ങനെ എംബ്രോയിഡറി ചെയ്യും, ലൈക്ക് ഇങ്ങനെ ഡ്രസ്സിൽ ഓരോ ലൈക്ക് വർക്ക് ചെയ്യില്ലേ, ഫ്ലവർ ലൈക്ക് ഓരോ ആനയൊക്കെ ഉണ്ടാക്കില്ലേ ഡ്രസ്സിൽ, അങ്ങനെ ആന്റി ക്രാഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹാമ്പറിൽ ഒരു ലൈക്ക് കുട്ടികൾക്കുള്ളൊരു തിന്നായിട്ടുള്ളൊരു വൈറ്റ് പ്ലെയിൻ ഡ്രസ്സിൽ ഞാൻ എന്തെങ്കിലും ആർട്ട് വർക്ക് പോലെ എംബ്രോയിഡറി ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ഒരു ചെറിയ ക്രോഷേ വെച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാം, ന്യൂ ബോൺ ബേബീസിന്. അപ്പൊ സെക്കൻഡ് പ്ലാനുമായിട്ട് വരും. പിന്നെ ഇനി വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടോ അമ്മേ, ഇനി അധികം അമ്മയ്ക്ക് ക്ലോത്ത് ഒക്കെ വാങ്ങാൻ പൈസ കളയണ്ടെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ പാവ ഉണ്ടാക്കുന്ന ഒരു ആന്റി ഉണ്ട്, ക്രോഷേ ചെയ്യുന്ന അത് നമുക്ക് ടോയ്സ് ഉണ്ടാക്കി നമുക്ക് അങ്ങനെ വിൽക്കാം. പിന്നെ അങ്ങനെ പല പല ബിസിനസ് ഐഡിയാസ് ആണ് അവണിക്ക്. ഒന്നൊന്നുമല്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. എല്ലാം ചോദിച്ചു എന്തായിരുന്നു ആ പാവയുടെ പേരെന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കാട്ടോ പാവയുടെ പേര് എന്നോട് പറഞ്ഞേ. ക്രോഷേ നൂല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഞങ്ങളൊക്കെ നൂലുകൊണ്ട് ആപ്പാടെ കണ്ടിട്ടുള്ള ഒരു ബുളൻ നൂലാണ് അല്ലേ, അത് വെച്ചിട്ട് ഞങ്ങള് മാക്സിമം പോയ സ്വെറ്റർ അല്ലെങ്കിൽ ഒരു ഇത്രയൊക്കെ ഞങ്ങള് മാക്സിമം ഞങ്ങളുടെ ലെവൽ എത്തിയിട്ടുള്ളൂ. പക്ഷെ ക്രോഷേ അല്ലേ, ക്രോഷേ ഇങ്ങനെ കുറെ വാക്കുകൾ എന്തായാലും പഠിക്കാൻ പറ്റുന്നുണ്ട്.